കോൺസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാവിധ കാര്യങ്ങളും ഒരൊറ്റ ഡോക്യുമെൻറ്റിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വേറൊരു ബുക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാം ഈ ബുക്കിൽ തന്നെ കാണപ്പെടുന്നു. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരമോന്നതമായി എന്ന് കരുതപ്പെടുന്നത് ഭരണഘടന തന്നെയാണ്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിയമവാഴ്ചകളുണ്ടെങ്കിൽ ജുഡീഷ്യറിക്ക് അതിനെ ഇടപെടാനുള്ള അവകാശമുണ്ട്. കാരണം ഭരണഘടനയാണ് അവിടുത്തെ സുപ്രീം പവർ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2 വർഷം 11 മാസം 17 ദിവസം ഇത്രയധികം കാലയളവിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം എടുത്തതിന് ശേഷമാണ് 1950 ജനുവരി 26 അത് നിലവിൽ വരുന്നത്. ഇത്രയധികം കാലയളവിൽ അതിനെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നൊരു ദിവസം അത് നിലവിൽ വരാൻ വേണ്ടി പറയുന്നതിനെയാണ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം അത് നിലവിൽ വന്നു കഴിഞ്ഞു. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളുള്ള രാജ്യങ്ങൾ ഇന്ത്യ, USA, നേപ്പാൾ.